തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നേരിട്ട കനത്ത തോൽവിയെ തുടർന്ന് CPIയും CPMും തമ്മിൽ ചില അസ്വാരസ്യങ്ങളുള്ളതായി നമ്മൾ കണ്ടതാണ്. മുഖ്യന്റെ ഏകാധിപത്യവും ശരിയല്ലാത്ത ഭരണരീതിയുമാണ് തിരഞ്ഞെടുപ്പിലെ തോൽവിക്ക് കാരണമെന്ന് CPI കഴിഞ്ഞ ദിവസങ്ങളിൽ കുറ്റപ്പെടുത്തിയിരുന്നു. പക്ഷേ CPM പ്രവർത്തകരോ നേതാക്കളോ എന്തിനേറെ പറയുന്നു മറ്റു മന്ത്രിമാർ പോലും മുഖ്യനെ കുറ്റപ്പെടുത്തിയിരുന്നില്ല. ഒടുക്കം ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ രംഗത്ത് വന്നിരിക്കുകയാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പിണറായി വിജയൻ തെറ്റുകാരനെന്ന് സമ്മതിക്കുകയാണ്. ഇത് തോൽവി ഉറപ്പിച്ചതിന്റെ അടയാളമായി രാഷ്ട്രീയ നിരീക്ഷകർ കാണുന്നു. PM ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടത് പിണറായി സർക്കാരിന്റെ പരാജയമാണെന്നും അതായിരിക്കാം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായതെന്നും MV ഗോവിന്ദൻ സൂചന നൽകുകയാണ് ഇപ്പോൾ. അതായത് PM ശ്രീ ഒപ്പിട്ടത് സർക്കാരിന്റെ തെറ്റാണെന്നാണ് ഗോവിന്ദൻ ഇപ്പോൾ സമ്മതിക്കുന്നത്. വിഷയത്തിൽ ഇത്രയും കാലം പറയാതെ പിടിച്ചു നിന്ന മുടന്ത ന്യായങ്ങൾ വെറും ആവിയായി പോയി എന്ന് തന്നെ പറയാം. തെറ്റുപറ്റിയത് കൊണ്ടാണ് പാർട്ടിയും മുന്നണിയും ഇടപെട്ട് തിരുത്തുന്നതെന്നും മറ്റു പല വിഷയങ്ങൾക്കൊപ്പം PM ശ്രീ വിവാദവും തോൽവിക്ക് കാരണമായി മാറിയെന്നും ഗോവിന്ദൻ ഇപ്പോൾ സമ്മതിക്കുകയാണ്. ഒരുപാട് തെറ്റ് പറ്റിയെങ്കിലും ജനങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്തി മുന്നോട്ട് പോകും എന്ന് തന്നെ പറയുകയാണ് ഗോവിന്ദൻ. ഇത്രയൊക്കെ ചെയ്തിട്ടും തെറ്റുകൾ സമ്മതിച്ചിട്ടും വീണ്ടും തുടർ ഭരണത്തിൽ കയറുമെന്ന പ്രതീക്ഷയിലാണ് LDF ഇപ്പോൾ. LDFന് 60 സീറ്റുകൾ ജയിക്കാനാകുന്ന സാഹചര്യം ഇപ്പോഴും ഉണ്ടെന്നാണ് ഗോവിന്ദന്റെ വാദം. അതായത് കേരളത്തിൽ ആകെയുള്ളത് 140 സീറ്റുകളാണ്. അതിൽ ഭരണം കിട്ടണമെങ്കിൽ 71 സീറ്റുകളിലെങ്കിലും ജയിക്കണം. അപ്പോൾ ഗോവിന്ദൻ പറഞ്ഞ 60 സീറ്റുകൾ കൊണ്ട് എങ്ങനെ ജയിക്കുമെന്നാണ് പറയുന്നത്? ഈ പറയുന്ന ഗോവിന്ദന് പോലും ജയിക്കാനും ഭരിക്കാനുമുള്ള സീറ്റ് കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ല. അമിത ആത്മവിശ്വാസം കൊണ്ടാണ് പഞ്ചായത്തുകളിൽ തോൽവി ഉണ്ടായതെന്നും ഇത് CPMന്റെ സംഘടനാ വീഴ്ചയാണെന്നും MV ഗോവിന്ദൻ തന്നെ സമ്മതിക്കുന്നുമുണ്ട്. ആ ഗോവിന്ദൻ തന്നെ പറയുന്നു വീണ്ടും തങ്ങൾ തന്നെ അധികാരത്തിൽ കയറുമെന്ന്. വെറുതെയല്ല, RSSനെ പേടിച്ച് നരേന്ദ്രമോദിയെയും അമിത്ഷായും പറയുന്ന ഇടത്തെല്ലാം ഒപ്പുവെച്ചത് തലയിൽ മുണ്ടിട്ട് പോയിട്ടാണെന്ന് പ്രതിപക്ഷം പറയുന്നത്. പ്രതിപക്ഷം മാത്രമല്ല CPI പോലും ഇക്കാര്യം സമ്മതിച്ചു. എന്നിട്ടും തിരുത്താൻ ധൈര്യമില്ലാത്ത എന്തൊക്കെയാണ് മുഖ്യനും മറ്റു മന്ത്രിമാരും കൂടി ചെയ്തു കൂട്ടിയത്. അത് അത്ര പെട്ടെന്നൊന്നും പിൻവലിക്കാനുള്ള ധൈര്യം ഇരട്ടച്ചങ്കനില്ല എന്ന് ഇതോടെ ഉറപ്പായി. അതുകൊണ്ട് തന്നെ ഇത്രയും ഭീരുവായ പിണറായി വിജയനെ താഴെയിറക്കുക എന്നുള്ളത് ജനങ്ങളുടെ മാത്രമല്ല സാധാരണ കമ്മ്യൂണിസ്റ്റുകാരുടെ വരെ ആവശ്യമായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. അത് മനസ്സിലാക്കി തന്നെയാണ് MV ഗോവിന്ദൻ ഇപ്പോൾ കുറ്റസമ്മതം നടത്തി മുൻകൂർ ജാമ്യം നേടിയിരിക്കുന്നത്.